ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് മൺഡേ ആട്ടോ, മൺഡേത്തെ ലഞ്ചിൻ്റെ പരിപാടി ആട്ടോ ഈ നടക്കുന്നത്. അപ്പോൾ മൺഡേ ആണ്, ബട്ട് ഞാൻ നല്ല ലേസിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ചോറിനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് മത്തിയാണേ. അപ്പോൾ ആ മത്തി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-30 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ വേഗം ക്ലീൻ ചെയ്ത് കഴിയും കേട്ടോ. ബട്ട് അത് ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോവാത്ത മാതിരി കേട്ടോ. ബട്ട് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ചോറിനുള്ള വെള്ളം ഞാൻ നല്ലോണം തിളച്ചിട്ടോ. ചോറിനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച്, അപ്പോൾ ആ ചൂടുള്ള വെള്ളത്തിൽ നല്ലോണം ഒന്ന് അരി കഴുകിയെടുക്കുകയാണ് കേട്ടോ. നല്ല നോർമൽ വാട്ടറിൽ നല്ലോണം കഴുകിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ. മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുമുണ്ട്, അധികം ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അരിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുമായിരിക്കും. പിന്നെ മീൻ മുറിച്ച് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകി ഇനി അതിലേക്ക് മീൻ പൊരിക്കാനുള്ള മസാല, സിമ്പിളായിട്ടുള്ള മസാല ആട്ടോ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ സാധാ ഞാൻ പൊരിക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ വെളിച്ചെണ്ണയിലാട്ടോ കുഴച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ അത് നല്ലോണം മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ചെറുപയർ, ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചെറുപയറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തോരൻ വെക്കാൻ പോകുന്നത്. പിന്നെ അത് വേഗം കുക്കറിലാക്കിയിട്ടോ. പിന്നെ കുക്കറിൽ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ വെയിറ്റ് ഇടൂല കേട്ടോ. കാരണം എന്തെങ്കിലും ബ്ലോക്കോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുക്കർ ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ആദ്യം വെയിറ്റ് ഇടുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെയിറ്റ് ഒന്ന് ആവി പുറത്തേക്ക് എത്തിയതിന് ശേഷമേ വെയിറ്റ് ഇടുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും ചെക്ക് ചെയ്യുന്നുണ്ട്, ചോറ് റെഡി ആവുന്നുണ്ടോയെന്ന്. പയർ കുതിർക്കാത്തതുകൊണ്ട് തന്നെ ഒരു 6 വിസിലാട്ടോ അടിക്കുക. 6 വിസിലടിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പ്രഷർ തന്നാലെ പോയിട്ട് അത് നല്ലോണം വെന്ത് സെറ്റായി കിട്ടും. അപ്പോൾ 6 വിസിലടിച്ച് കുക്കർ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി എനിക്ക് നല്ലോണം വിശന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാഗി ഇരിപ്പുണ്ട് വീട്ടിൽ. ഇന്നലെ വാങ്ങിയതാട്ടോ, ഒരു ഫാമിലി പാക്ക് വാങ്ങിയതാണ്. ഇന്നലെ 2 ക്യൂബ് ഏട്ടന് മാഗി ഉണ്ടാക്കി കൊടുത്തു. സിമ്പിളായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് മാഗി ക്യൂബ് ഇട്ടിട്ട് മസാല മാത്രം, പച്ചക്കറി ഒന്നും ഇടാണ്ട് മസാല മാത്രം ഇട്ടിട്ട് ആക്കിയെടുത്തതാട്ടോ. അത് ഭയങ്കര ടേസ്റ്റി ആയി. അതിൻ്റെ ഇടയിൽ ചോറ് വാർത്തു ഉണ്ടോ. ഇങ്ങനെ ജസ്റ്റ് വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ മാഗീൻ്റെ ക്യൂബ് ഇങ്ങനെ ഇടുക. ക്യൂബ് ഇട്ടിട്ട് അത് വെന്ത് ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അല്ലാണ്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇത് അധിക ദിവസവും നമ്മുടെ വീട്ടിൽ സ്റ്റോക്കും ഉണ്ടാവും. ഫാമിലി പാക്കിന് എത്ര 52 രൂപയിട്ടാണ്. ഒരു 3-4 ആൾക്കാർക്ക് നല്ലോണം കഴിക്കാനുള്ളത് ആ ഫാമിലി പാക്കിൽ ഉണ്ടാവും കേട്ടോ. സ്റ്റീലൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്പൂണിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്നൊരാഗ്രഹം ഇതിൻ്റെ കൂട്ടത്തിൽ ബ്രൂ കോഫി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. കുറേ ആയിട്ടോ ബ്രൂ കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട്. അപ്പം നമ്മുടെ അടുത്ത് ചെറിയ 2 രൂപയുടെ സാഷേ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം പാല് തിളപ്പിച്ച്, നമ്മൾ സാധാ എല്ലാവരും ബ്രൂ കോഫി ഉണ്ടാക്കുക, പാല് തിളപ്പിച്ചിട്ട് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ ചൂട് പാലയിലേക്ക് ഒഴിക്കുകയല്ലേ ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സാക്കും. അതേപോലെ തന്നെ ഞാനും ചെയ്തെടുത്തിട്ടോ. എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കോഫി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ അത് ഞാൻ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പയറൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഉപ്പും തേങ്ങയും ഇടുകയുള്ളൂ. ഇനി വേവിക്കൊന്നുമില്ല. ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സാക്കും, എന്നിട്ട് തേങ്ങയും ഇട്ടിട്ട് ഇടുകയുള്ളൂ. അല്ലാണ്ട് ഇനി വേവിക്കൊന്നുമില്ല. ജസ്റ്റ് 6 വിസിലിൽ തന്നെ നല്ല അസലായിട്ട് വെന്ത് ഉടയാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും.
ഞാൻ ഇങ്ങനെയാട്ടോ എപ്പോഴും ചെയ്യാറ്. ഇവിടെ ഏട്ടന് ഇങ്ങനെയാണ് ഇഷ്ടം. ഓവർ കുക്കായി പോയാൽ ഏട്ടന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏട്ടന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഭവം റെഡിയാക്കുകയാണ്, മത്തി ഫ്രൈ. ഇത് പൊരിക്കാൻ ഇതിൻ്റെ വോയിസ് ഇടുമ്പോൾ തന്നെ എനിക്ക് നാവുന്ന വെള്ളം വരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് മീൻ പൊരിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുഞ്ഞമത്തീനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. വലിയ മത്തീനോട് അത്ര ഒരു ഇഷ്ടമില്ല കേട്ടോ. പിന്നെ വലിയ മത്തീൻ്റെ സീസണും അല്ലല്ലോ അല്ലേ ഇപ്പോൾ കുഞ്ഞമത്തീൻ്റെ സീസണല്ലേ. അപ്പം നന്നാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അത് റെഡിയായി. ഇതിൽ തേങ്ങ ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മത്തിയൊക്കെ പൊരിച്ചെല്ലാം സെറ്റാക്കി വെച്ച്, പിന്നെ ഇന്നത്തേക്കുള്ള ചോറും ഇത് ഏട്ടനുള്ള ചോറാട്ടോ ഞാൻ വിളമ്പുന്നത്. ചോറും പിന്നെ മത്തി പൊരിച്ചതും ചെറുപയറും. ഇത് ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാട്ടോ. എൻ്റെ ഇടയിൽ ഏട്ടൻ ഒന്ന് ചോദിച്ച് ചമ്മന്തി ഇല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ ടൈമില്ല, ഒന്ന് ഇങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്.